നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ ലാബിലൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഫെമിലിയർ ആയ സൈൻ അങ്ങനെ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡൊമൈനും റേഞ്ചും. അപ്പോൾ സൈൻ ഫംഗ്ഷൻ ആ കർവ് ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരിക. അപ്പോൾ ഡൊമൈൻ 6 എക്സ് ആക്സിസ് കംപ്ലീറ്റ് വരും, റേഞ്ച് -1 നും 1 നും ഇടയിലാണ്, കോസും അതുപോലെ തന്നെ വരും. ടാൻ എന്ന് പറയുമ്പോൾ ഒരു കർവല്ല, ഒത്തിരി കർവുകളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. π/2 ഡിഫൈൻഡ് ആയിട്ടുള്ള അത് π/2ൻ്റെ ഓട് മൾട്ടിപ്പിള. അപ്പോൾ r - 2n + 1 π/2 ആണ് ഡൊമൈൻ ആയിട്ട് വരിക. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ y ആക്സിസ് മുകളിലേക്കും താഴേക്കും കംപ്ലീറ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതുപോലെ കോട്ട് ഫംഗ്ഷൻ സെയിം മാനറിൽ തന്നെയാണ്, പക്ഷേ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടാണ് അതിൻ്റെ ഷേപ്പ്. nπ ആണ് ഒഴിവാക്കേണ്ടത്. ഡൊമൈൻ അതുപോലെ തന്നെ 6 ആണ്, റേഞ്ച് 6 ആണ്, ഡൊമൈനിൽ π മാത്രം ഉണ്ടാവില്ല. സീക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കോസ് 0 ആവുന്നിടത്ത് സീക്കൻഡ് ഡിഫൈൻഡ് അല്ല, കോസ് 90ലാണ് 0 ആവുന്നത്. കോസ് സീക്ക് എന്ന് പറഞ്ഞാൽ 1/, കോസ്. അപ്പോൾ കോസ് 90ലാണ് 0 വരുന്നത്. 90യുടെ ഓട് മൾട്ടിപ്പിൾ ഒഴിവായിട്ടുള്ളതാണ് സീക്കിൻ്റെ. യു ഷേപ്പ് താഴേക്കും മുകളിലേക്കുള്ള കർവാണെന്ന് അറിയാലോ. കൊസീക്കും സീക്കും യു ഷേപ്പും മുകളിലേക്കും താഴേക്കും. സീക്കാണെങ്കിൽ π/2ൻ്റെ ഓട് മൾട്ടിപ്പിളിൽ ഡിഫൈൻഡ് അല്ല. കൊസീക്കാണെങ്കിൽ സൈൻ എവിടെയാണോ 0 ആവുന്നത്, സൈൻ nπയിലാണ് 0 വരുന്നത്, അത് ഒഴിവാക്കിയിട്ടുള്ള റേഞ്ച് ഡൊമൈനാണ് വരിക. പിന്നെ റേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആ യു ഷേപ്പ് 1ൻ്റെ മുകളിലേക്കും -1ന് താഴേക്കുമാണ് വരുന്നത്. അതുകൊണ്ട് ഇതാണ് ഡൊമൈൻ റേഞ്ചും. ഇത് സൈൻ നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ കേസുകളാണ് ഇത്. പക്ഷേ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു, ഇത് കംപ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ ഏത് ഗ്രാഫും കംപ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ 1, 1, 1, 2 എല്ലാം നമുക്ക് ക്ലിയർ ആണ്. പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം പോയിന്റുകൾ അത് ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ 1, 1 അല്ല അപ്പോൾ തന്നെ ബൈജക്റ്റീവ് ആവില്ലേ. അപ്പോൾ നമ്മളിതിനെ നമുക്കറിയാം ബൈജക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ, അതായത് 1, 1, 1, 2 ആക്കി കഴിഞ്ഞാൽ 1, 1, 1, 2 ആക്കാൻ നമ്മൾ എങ്ങനെയാണ് ഡൊമൈനും റേഞ്ചും റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. അങ്ങനെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ബ്രാഞ്ചസ് ഇപ്പം ഇതാണ് സൈനിൻ്റെ ഗ്രാഫ്. അപ്പോൾ നമ്മൾ അതിനെ ഡൊമൈനും റേഞ്ചും ഇതിപ്പോൾ 1, 1, 1, 2 അല്ല. അപ്പോൾ ഡൊമൈനും റേഞ്ചും നമ്മൾ റിസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 to π/2 അതിൻ്റെ ഡൊമൈനും റേഞ്ച് -1 to 1 എടുത്തു കഴിഞ്ഞാൽ നമുക്കത് 1, 1, 1, 2 ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നേരെ തിരിഞ്ഞു വരും. എങ്ങനെയാണ്? -1 to 1 ഡൊമൈൻ ആയിട്ടും -π/2 to π/2 എന്നുള്ളത് റേഞ്ച് ആയിട്ടും ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതായത് ഇങ്ങനെയാണ് വരിക. y = x എന്നുള്ള ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് സൈൻ എക്സ്, ഇത് സൈനിൻ്റെ ഇൻവേഴ്സ്. എക്സ് ആക്സിസിലൂടെ കാണുന്നത് സൈൻ എക്സ്, ഇത് ഇൻവേഴ്സ്. അങ്ങനെയാണ് ഷേപ്പ് ഒക്കെ വരുന്നത്. ഓക്കെ, അതുപോലെ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡൊമൈനും റേഞ്ചും ജസ്റ്റ് നോക്കുക. ഇൻവേഴ്സിൻ്റെ അത് നമ്മൾ ആദ്യം ഡൊമൈനോ റേഞ്ച് റിസ്ട്രിക്ട് ചെയ്തുകൊണ്ടാണ് 1, 1, 1, 2 ആക്കിയതിന് ശേഷമാണ്. അപ്പോൾ നോക്കുക, സൈനിൻ്റെയും കോസിൻ്റെയും ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -1 to 1. സൈൻ ഇൻവേഴ്സിൻ്റെ -π/2 നെഗറ്റീവ് വാല്യൂ ഉണ്ട്, കോസിന് 0π ആണ്. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് എടുക്കുമ്പോൾ ആ -1, 1 ഒഴിവാക്കണം. ആ യു ഷേപ്പ് മുകളിലേക്കും താഴേക്കും തന്നെ -1, 1 ഒഴിവാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റേഞ്ച് എന്ന് പറയുന്നത് -π/2, π/2 -0, അതുപോലെ ഓരോന്നിൻ്റെയും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സൈനിൻ്റെയും കൊസീക്കിൻ്റെയും അതുപോലെ തന്നെ ടാനിൻ്റെയും ഒക്കെ റേഞ്ചിൽ നെഗറ്റീവ് വാല്യൂസ് ഉൾപ്പെടുന്നുണ്ട്. അതേസമയം കോസിൻ്റെയും സീക്കിൻ്റെയും അതുപോലെ കോട്ടിൻ്റെയും റേഞ്ചിൽ ആരില്ല, നെഗറ്റീവ് വാല്യൂസ് ഇല്ല. അതൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഇനി നമുക്കിതിൽ ആദ്യമായിട്ട് ചെയ്യാനുള്ള പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. അത് ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിൽ നമുക്ക് അറിയുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അത് വിടണ്ട. ഒരു മാർക്കല്ലേ, ഒരു മാർക്ക് നമുക്ക് വെറുതെ കളയേണ്ട കാര്യമില്ല. പ്രിൻസിപ്പൽ വാല്യൂന്ന് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതും പലപ്പോഴായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രിഗണോമെട്രിക് വാല്യൂസ് ഒന്നറിഞ്ഞാൽ മതി. ഈ വാല്യൂസ് നമുക്കറിയാം. 0 to 2π വരെ വേണമെന്നില്ല, π/2 അല്ലെങ്കിൽ π വരെയുള്ള ഈ ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 1/2 എന്താണെന്നാണ്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2, അതായത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൻ്റെ ഉള്ളിൽ നമ്മുടെ 4 ക്വാഡ്രന്റുകൾക്കുള്ളിൽ എവിടെയാണ് 1/√2 അല്ലെങ്കിൽ 1/2 വരുന്നത് എന്നുള്ളതാണ് സൈൻ ഇൻവേഴ്സ് 1/2 മീൻ ചെയ്യുന്നത്. അപ്പൊ എത്ര വരിക? സൈൻ എവിടെ 1/2 ആവുന്നു? π/6. അതുപോലെ കോസ് ഇൻവേഴ്സ് √3/2 എത്രയാണ്? അതും 30 ഡിഗ്രിയാണ് π/6. ടാൻ ഇൻവേഴ്സ് √3 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടാൻ √3 ആവുന്നത് π/3. ഈ ടേബിൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ആ ടോപ്പിക്ക് ഒഴിവാക്കണം എന്ന് ഞാൻ പറയില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതൊക്കെ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അത് എഴുതാം. നോക്കുക, സൈൻ ഇൻവേഴ്സ് 1/2 ഇത്രയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത് π/4 ആണ്, π/4 വരിക. പക്ഷെ നെഗറ്റീവ് വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. കോട്ട് ഇൻവേഴ്സ് നെഗറ്റീവ് ആണ്.
അപ്പൊ നെഗറ്റീവ് വരുമ്പോൾ, അതായത് നേരത്തെ പറഞ്ഞപ്പോൾ കോസും കോട്ടും സീക്കിലും റേഞ്ചിൽ ആരില്ല എന്ന് പറഞ്ഞു, നെഗറ്റീവിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് തള്ളിവിടുക. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നെഗറ്റീവ് ആണ് അല്ലെ. കോസും സീക്കും ആൻഡ് കോട്ടും സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്, സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. സോ സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ എന്ന് പറഞ്ഞാൽ പൈ മൈനസ് വാല്യൂ, പൈ മൈനസ് തീറ്റയാണ്. അപ്പൊ ഇതിന്റെ തീറ്റ നോക്കുക, 1/√3 അല്ലേ. കോട്ട് 1/√3 ആണെങ്കിൽ, കോട്ട് റെസിപ്രോക്കൽ ആയതുകൊണ്ട് നമുക്ക് അത്ര ഫെമിലിയർ ആവില്ല. അതുകൊണ്ട് ഞാൻ tan√3 ആവുന്നതിനെ പറ്റി ആലോചിച്ചു. tan√3 ആവുന്നത് 60 ഡിഗ്രിയിലാണ്, അതായത് π/3. അപ്പൊ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എടുക്കുക, π മൈനസ് π/3 എടുക്കുക, കോട്ട് ഓഫ് 2π/3. അപ്പൊ പോസിറ്റീവ് വരുമ്പോഴും നെഗറ്റീവ് വരുമ്പോഴുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂന്റെ കാര്യം ഓക്കെ. പിന്നെ അത് ഇല്ല എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കണം, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സോ അതൊന്നുകൂടി നോക്കാം. ഇനി ഇതിൽ വരുന്നത് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓരോന്നായിട്ടൊന്ന് പറയാം, ഡിസ്കസ് ചെയ്യാം. നോക്കി, ഇത് റെസിപ്രോക്കൽസ് ആണ്. സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊസീക്ക് ഇൻവേഴ്സ് x ആണ്. ഇന്റർവെലിനെ പറ്റി ഞാൻ അധികം പറയുന്നില്ല, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും, അത് വേണ്ട. അതുപോലെ നമുക്ക് തിരിച്ചും പറയാം, കൊസീക്ക് ഇൻവേഴ്സ് 1/x എന്താണ്, സൈൻ ഇൻവേഴ്സ് x. അതുപോലെ കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ ആയ സീക്ക് ഇൻവേഴ്സ് x. നേരെ തിരിച്ചു പറയാം, സീക്ക് ഇൻവേഴ്സ് 1/x ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് x, എക്സെട്ര. അതുപോലെ tan ഇൻവേഴ്സ് 1/x, cot ഇൻവേഴ്സ് x, cot ഇൻവേഴ്സ് 1/x, tan ഇൻവേഴ്സ് x. നെക്സ്റ്റ് അതുപോലെ അടുത്ത സെക്ഷൻ പ്രോപ്പർട്ടി എന്നാൽ നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ നേരത്തെ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് മൈനസ് x എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് x ആണ്. സൈനും ടാനും കൊസീക്കും അത് സെയിം മൈനസ് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2 ചോദിക്കുകയാണെങ്കിൽ സൈൻ എവിടെയാണ് 1/2 ആവുന്നത് എന്ന് ആലോചിക്കുക. അത് 1/2 ആവുന്നത് 30 ഡിഗ്രിയിലാണ്. അപ്പൊ നമ്മൾ π/6 എന്ന് പറയും. പക്ഷെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് π/6 എന്ന് എഴുതിയാൽ മതി. അതേസമയം കോസിന് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. അതാണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി. കോസ് ഇൻവേഴ്സ് മൈനസ് x ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x, സീക്ക് ഇൻവേഴ്സ് മൈനസ് x ഈക്വൽ ടു പൈ മൈനസ് ആ വാല്യൂ, അതായത് നമ്മൾ പൈ മൈനസ് തീറ്റ നിർത്തില്ല, അത് തന്നെ. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് ആണ്. സിമ്പിൾ ആയിട്ട് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചോദിച്ചു പോകും. നമ്മൾക്ക് കിട്ടൂല, നമ്മൾ ഈ ഫോർമുല മറക്കും, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതാ നോക്കൂ, സൈൻ ഇൻവേഴ്സ് x പ്ലസ് കോസ് ഇൻവേഴ്സ് x ഇസ് ഈക്വൽ ടു π/2. സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണത്. നോക്കിക്കോളൂ പ്രൂഫ്. ഞാൻ സൈൻ ഇൻവേഴ്സ് x ന് y എന്ന് കൊടുക്കുകയാണേ. അപ്പൊ x ഈക്വൽ ടു എനിക്ക് സൈൻ y എന്ന് എഴുതാം. സൈൻ y നമുക്കറിയാം കോസ് 90 മൈനസ് y ആണെന്ന്, ഞാൻ അതിന് കോസ് π/2 മൈനസ് y എന്ന് എഴുതി. ഓക്കെ, കോസ് π/2 മൈനസ് y ഈക്വൽ ടു x എന്ന് എഴുതി. എനിക്ക് തിരിച്ച് കോസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കോസ് ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാൽ π/2 മൈനസ് y ആണ്. ഓക്കെ, ദെൻ y-നെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ കോസ് ഇൻവേഴ്സ് x പ്ലസ് y ഈക്വൽ ടു π/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് y എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് x ആണ്. സോ ദാറ്റ് റിലേഷൻ ഈസ് കോസ് ഇൻവേഴ്സ് x പ്ലസ് സൈൻ ഇൻവേഴ്സ് x ഇസ് ഈക്വൽ ടു π/2. ഓക്കെ, അതുപോലെ നമുക്ക് അതിൽ ബാക്കിയുള്ളതും പ്രൂവ് ചെയ്യാം. ബാക്കി ഏതൊക്കെയാണ്, ടാനും കോട്ടും തമ്മിൽ, സീക്കും കൊസീക്കും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന സ്ഥിരമായിട്ടെന്ന് പറഞ്ഞ പോലെ 95% ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്, വിത്ത് പ്രൂഫാണത്. ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് x പ്ലസ് y ഡിവൈഡഡ് ബൈ 1 മൈനസ് xy. അതുപോലെ ടാൻ ഇൻവേഴ്സ് x മൈനസ് ടാൻ ഇൻവേഴ്സ് y എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് x മൈനസ് y ഡിവൈഡഡ് ബൈ 1 പ്ലസ് xy. എങ്ങനെ പ്രൂഫ് എന്ന് നോക്കാം. ടാൻ ഇൻവേഴ്സ് x ഞാൻ തീറ്റ എന്ന് കൊടുക്കാണ്. ടാൻ ഇൻവേഴ്സ് y-ക്ക് നൾ സെറ്റ് ഫൈ എന്ന് കൊടുക്കുന്നു. ടാൻ ഇൻവേഴ്സ് x ഈക്വൽ ടു തീറ്റ എന്ന് കൊടുക്കുന്നു. ടാൻ ഇൻവേഴ്സ് y ഈക്വൽ ടു ഫൈ എന്നും കൊടുക്കുന്നു. അപ്പൊ നമുക്ക് x ഈക്വൽ ടു ടാൻ തീറ്റ എന്നും പറയാം, y ഈക്വൽ ടു ടാൻ ഫൈ എന്നും പറയാം. ഞാൻ ഇവിടുന്ന് ടാൻ ഓഫ് തീറ്റ പ്ലസ് 5 ആണ്, അതായത് ടാൻ ഓഫ് എ പ്ലസ് ബി, ടാൻ എ പ്ലസ് അങ്ങനെ എടുത്താലും മതി. തീറ്റ 5 എടുക്കണം യാതൊരു നിർബന്ധവും ഇല്ല, എയും ബിയും എടുത്താലും കാര്യം നടക്കും. ടാൻ ഓഫ് എ പ്ലസ് ബി, ഞാൻ ഇതിൽ എഴുതിയതല്ല പറയുന്നത്, ശ്രദ്ധിക്കുക. എ പ്ലസ് ബി, ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ എ എക്സ് ആണ്, ടാൻ ബി വൈ ആണ്, എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. അപ്പൊ എനിക്ക് ടാൻ ഓഫ് സംതിങ് ഇസ് ഈക്വൽ ടു ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് സംതിങ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്ന് എഴുതാൻ പറ്റും. സോ ദാറ്റ് തീറ്റ പ്ലസ് നൾ സെറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. What is theta and what is phi? That is tan inverse x plus tan inverse y is equal to important ഫോർമുലയാണ്. ചിലപ്പോൾ ഡെറിവേഷൻ ചോദിക്കും, പലപ്പോഴും ചോദിക്കാറുണ്ട്, ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി വരാനുള്ളത്. നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയും കൂടിയും, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല ഉണ്ടായിരുന്നു. tan 2 theta അല്ല sin 2 theta equal to 2 tan theta by 1 plus tan square theta and cos 2 theta is equal to 1 minus tan square theta by 1 plus tan square theta and tan 2 theta is equal to 2 tan theta by 1 minus tan square theta. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത്. നോക്കാം, ഞാൻ tan inverse x നെ y എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ tan x equal to tan y equal to x എന്ന് പറയാം. അപ്പോൾ sin inverse this one is equal to sin inverse 2 tan y divided by, അതായത് x ന് tan y ആണല്ലോ ഞാൻ കൊടുത്തത്, 2 tan y by 1 plus tan square y. അതെന്താ, അതൊരു ഫോർമുലയാണ്. എന്താണ് ആ ഫോർമുല?
2 tan y അത് sin 2y ആണ്. sin 2y നേടി, സൈനും സൈനും വെട്ടിപ്പോയി, 2y എന്ന് പറഞ്ഞാൽ 2 tan inverse x. അപ്പോൾ എനിക്ക് ഫോർമുല കിട്ടി 2 tan inverse x equal to sin inverse this എന്നുള്ളത്. അതേപോലെ അടുത്ത് cos inverse എടുക്കാം. 1 minus tan square theta by 1 plus tan square theta എന്ന് വരും. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus tan square theta by 1 plus tan square theta എന്ന് പറഞ്ഞാൽ cos 2 theta ആണ്. അപ്പോൾ cos inverse cos 2 theta 2 theta theta again tan inverse x. ഓക്കെ, ഇനി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നോക്കുക. sin inverse 2x ഇത് 2x into root of 1 minus x square. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന് അറിയാൻ ഒരു 3 കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. 1 minus x square ആണെങ്കിൽ എക്സിന് sin theta or cos theta കൊടുക്കും. 1 plus x square ആണെങ്കിൽ tan or cot കൊടുക്കും. x square minus 1 ആണെങ്കിൽ sec square അല്ലെങ്കിൽ cosec square theta കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവും. ഓർത്ത് വെക്കുക, 1 minus x square-ന് sin or cos, 1 plus x square-ന് tan or cot. VAPs ആണ്, VAPs 1 plus x square എന്ന് പറയുന്നത്. ഇനി തിരിച്ച് x square minus 1 ഇട്ട് കഴിഞ്ഞാലോ ഇനി ബാക്കി 4 പറഞ്ഞു കഴിഞ്ഞില്ലേ, സീക്കും കൊസീക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണിത്. ഇതിൽ നിന്ന് 1 മാർക്കിനും 3 മാർക്കിന്റെ ചോദ്യം, 4 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. 7 മാർക്കാണ്. 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ നമുക്ക് ഇതൊക്കെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ട് 2 ഇത് 3 മാർക്കിന്റെ ഒക്കെ ചോദിക്കാൻ സാധ്യതയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan inverse x plus tan inverse y is equal to tan inverse x plus y divided by 1 minus x into y. ഇത് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ x 1/2 y 2/11. അപ്പൊ 1/2 plus 2/11 divided by 1 minus 1/2 into 2/11. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യുക. 11 plus 4 15/22. ഇവിടെയോ 2 into 11 22 minus 2 20/22. 22 കട്ട് ചെയ്ത് കളയാം നമുക്ക്. അപ്പൊ മുകളിൽ 15/20 വന്നു. ക്യാൻസൽ ചെയ്യുമ്പോൾ tan inverse 3/4. ഓക്കെ, ഇത് ചെയ്യണം എന്നില്ല, അത് കുറച്ച് ടഫാണ്. പറ്റാവുന്നവർ ചെയ്തോളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കൂ. x square minus 1 ആണ്. ഞാൻ പറഞ്ഞു x square minus 1 വന്നാൽ sec or cosec കൊടുക്കണം. ഞാൻ sec കൊടുക്കുകയാണ്. sec square theta minus 1. sec square theta minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് tan square theta ആണ്. സോ tan theta റൂട്ട് വരുമ്പോൾ tan theta 1/tan theta എന്ന് പറഞ്ഞാൽ that is cot theta. cot inverse cot theta that is equal to theta. അത്രയല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു sec inverse x. നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടേം നോക്കിയാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് cot inverse-നല്ല, x equal to sec theta ആണ് കൊടുത്തത്. theta is equal to sec inverse x. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ഇതും tan inverse x plus tan inverse 2x by 1 minus x square അത് പ്രൂവ് ചെയ്യാൻ ഇവിടെ എന്താ ചെയ്തത് വെച്ചാൽ എക്സിന് tan theta equal to 3 tan theta by tan minus tan cube theta divided by 1 minus 3 tan square theta tan 3 theta ആണ്. അപ്പോൾ tan inverse tan 3 theta 3 theta എന്ന് പറയുമ്പോൾ 3 tan inverse x, അതാണ് ആൻസർ വരിക. 3 tan inverse x. നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. എനിക്ക് ഇതിന്റെ ഉത്തരം കിട്ടി, ഞാൻ 3 tan inverse x എന്ന് പറഞ്ഞു. ഇനി ഇത് ചെയ്യാണ്. tan inverse x plus tan inverse 2x by 1 plus x square. അതെങ്ങനെ വരിക? 2 tan theta by 1 minus tan square theta അല്ലേ. 1 minus tan square theta tan inverse x plus tan inverse 2x divided by ഇത് 2 tan inverse x ആണ്. ഇത് tan inverse x. ഇത് ഫോർമുല നമ്മളിപ്പോൾ നേരത്തെ ഡിറൈവ് ചെയ്തതാണ്. tan inverse 2x by 1 minus x square എന്ന് പറഞ്ഞാൽ 2 tan theta എന്ന് കൊടുക്കുകയാണെങ്കിൽ 1 minus tan square theta tan inverse tan 2 theta 2 tan inverse x. അപ്പോൾ ഇതൊരു tan inverse x, ഇത് 2 tan inverse x. അപ്പോൾ 3 tan inverse x വരും. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളതും, 3 tan inverse x. ഓക്കെ, അടുത്തത് സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ പരീക്ഷിക്കുന്നത് മറന്നു പോകും. കാരണം ഈ ഫോർമുല നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല. sec inverse x plus cosec inverse x എന്ന് പറഞ്ഞാൽ π/2 ആണ്. അതുപോലെ cot inverse x plus tan inverse x ഉം π/2 ആണ്. അപ്പോൾ cos of π/2 is equal to 0. അപ്പോൾ ഈ എക്സസൈസ് ചെയ്ത് നോക്കാം. 2 ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. എക്സസൈസ് 2 കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 3 tan theta minus 4 tan cube theta, അത് sin 3 theta ആണ്. സൈനും കട്ട് ചെയ്ത് പോകും. അതുപോലെ ഇവിടെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ ഞാൻ പറഞ്ഞു 1 plus x square ആണ് sec theta. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നല്ലൊരു പ്രോബ്ലം ആണ്. ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ഇതൊക്കെ ഈ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യുക. 21 ഒരേപോലെ നമ്മൾ വേണമെന്നില്ല. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് 4 മാർക്കിന്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ടൈപ്പ് sin inverse 3/5 minus sin inverse 8/17 is equal to cos inverse 84/85. ഞാനിത് sin inverse 3/5 equal to x എന്ന് എടുക്കുന്നു. അപ്പോൾ നമ്മൾ sin x 3/5 ആണല്ലോ.
പിന്നെ ഇങ്ങനെ കണ്ടുകൊള്ളണമെന്നില്ല. ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് 5, ഓപ്പോസിറ്റ് സൈഡ് 3 ആണെങ്കിൽ നമുക്കറിയാം അഡ്ജസന്റ് സൈഡ് 4 ആണെന്ന്. അപ്പം sin x 3/5 ആണെങ്കിൽ cos x 4/5. അതുപോലെ sin y 8/17 ആണെങ്കിൽ അടുത്ത നമ്പർ 17 ആണെങ്കിൽ 15 ആണ്. അപ്പൊ cos y എന്ന് പറഞ്ഞാൽ 15/17. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമുക്കിവിടെ വേണ്ടത് ഇതിന്റെ പ്രൂഫ് ആണെങ്കിൽ നമ്മൾ ആൻസർ നോക്കിയിട്ടാണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുന്നത്. ആൻസറിലൂടെ കോസ് ഇൻവേഴ്സ് അല്ലേ, ഇടയിലെ ചിഹ്നം ഇവിടെ മൈനസ് അല്ലേ, അപ്പൊ കോസ് ഓഫ് a മൈനസ് ബി അല്ലെങ്കിൽ എക്സ് മൈനസ് വൈയോ എന്താണ് ലിറ്ററേച്ചർ കാണുക. കോസ് ഓഫ് എക്സ് മൈനസ് വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോസ് ഓഫ് എക്സ് മൈനസ് വൈ 84/85 കിട്ടും. അപ്പൊ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 84/85 കിട്ടും. വട്ട് ഇസ് എക്സ്? എക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് വൈ സൈൻ ഇൻവേഴ്സ് 8/7 ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84/85. ഇതുപോലെയുള്ള പ്രോബ്ലംസ് മിസലീനിയസ് പ്രോബ്ലംസിലുണ്ട്, അത് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ പ്രോബ്ലവും ഒന്ന് നോക്കാം. ഈ പ്രോബ്ലം കുറച്ച് സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റും ആണ്. ഇനി മിസലീനിയസ് എക്സസൈസിലുള്ള ഇത്തരം പ്രോബ്ലംസ് ഞാൻ നേരത്തെ ട്രയാങ്കിളിന്റെ ഒരു സാധ്യതയുണ്ട് 4 മാർക്കിന്റെ ചോദ്യമായിട്ട് 1, 2, 3, 4 ക്വസ്റ്റ്യനോളം ഉണ്ട്. അതൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആ പ്രോബ്ലംസ് ഒക്കെ ഇതിൽ ഇത്രയേ ഉള്ളൂ. പ്രിൻസിപ്പൽ വാല്യൂ നോക്കിക്കോളൂ. പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടുള്ള മിക്കവാറും ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ പ്രോബ്ലം സാധ്യതയുണ്ട്. അതുപോലെ ഈ ഒരു ട്രയാങ്കിളിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ഒരു പ്രൂഫും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഇതില് ഫോക്കസ് ഏരിയ ഇതില് അതിലധികം ഇല്ല. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കുറച്ചേ ഉള്ളൂ. ഇല്ല, ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എന്നാലും ഒന്നുകൂടി ഒന്ന് എക്സിന് സൈൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ എക്സ് ഈക്വൽ ടു തീറ്റ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് തീറ്റ നമുക്ക് എഴുതാം. ഇത് റെസിപ്രോക്കൽ റിലേഷൻ. ഇത് പ്ലസ് ഓർ മൈനസ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂവിൽ ചെയ്യുന്നതാണ്. സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും നെഗറ്റീവ് വരും. അതേസമയം കോസും സീക്കും കോട്ട് ഇൻവേഴ്സും നെഗറ്റീവ് എല്ലാം വരെ 180 മൈനസ് ചെയ്യണം. അത് നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് 5/2. ഒരു ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും അതുപോലെ കൊസീക്കും സീക്കും. ഇത് വിത്ത് പ്രൂഫുള്ള ഫോർമുലയാണ്, അതും ശ്രദ്ധിക്കുക. ഈ ഫോർമുലാസും ശ്രദ്ധിക്കുക. ടാൻ ഇൻവേഴ്സിലെ 3 ഫോർമുലയും സൈൻ കോസ് ടാൻ ഉള്ളത്. ഓക്കെ, ഇത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ പ്രൂഫാണ്. നേരത്തെ പറഞ്ഞതാണ്, എക്സ്പ്ലെയിൻ ചെയ്താണ്. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതിന്റെ പ്രൂഫും നോക്കാം. അതും അവിടെ പറഞ്ഞത് തന്നെയാണ്, ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിച്ചാൽ മതി. ഈ പ്രോബ്ലംസ് അവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പ്രോബ്ലം കൂടി നോക്കാം. അത്രേ തന്നെയുള്ളൂ. ഇവിടെ നോക്കൂ, ഈ പ്രോബ്ലത്തിൽ കോസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസീക്ക് ഇൻവേഴ്സ് എക്സ് നമ്മൾ പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ മറന്നു പോകും. ഇതിന്റെ ആൻസർ 5/2 ആണ്. അപ്പോൾ കോസ് 5/2 ഈക്വൽ ടു 0. ഓക്കെ, ബാക്കി പ്രോബ്ലംസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇതിലുണ്ട്, അത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററും ഓക്കെ ആയിട്ടുണ്ട്. ഈ പ്രാക്ടീസ് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓക്കെ 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 ഗുഡ്.